നമസ്കാരം. ബമ്പർ ടു ബമ്പർ ഓട്ടോമോട്ടീവ് റിവ്യൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാർ ഡ്രൈവിംഗ് ആൻഡ് മെയിൻ്റനൻസ് ടിപ്പിലെ രണ്ടാമത്തെ വീഡിയോയിൽ കാറിലെ ഹാൻഡ് ബ്രേക്ക് അഥവാ പാർക്കിംഗ് ബ്രേക്ക് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഇതുപോലെ ഹാൻഡ് ബ്രേക്ക് വലിക്കുമ്പോൾ പുറകിലെ ചക്രങ്ങളുടെ ബ്രേക്കിനെ ഒരു കേബിൾ ഉപയോഗിച്ച് ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാലുകൊണ്ട് നമ്മൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ ഒരു ഹൈഡ്രോളിക് സിസ്റ്റം 4 വീലുകളുടെയും ബ്രേക്കിനെ ഒരേപോലെ പ്രവർത്തിപ്പിക്കുമ്പോൾ ഹാൻഡ് ബ്രേക്കിൻ്റെ കാര്യത്തിൽ പുറകിലെ ചക്രങ്ങൾ മാത്രമേ കറങ്ങാതിരിക്കുകയുള്ളൂ. ഇനി ശരിയായ രീതിയിൽ ഹാൻഡ് ബ്രേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മളിൽ പലരും ചെയ്യാറുള്ള കാര്യം പറയാം. സാധാരണ കാർ നിർത്തിയതിന് ശേഷം ഇതുപോലെ ഹാൻഡ് ബ്രേക്കിൽ പിടിക്കുന്നു, ഒറ്റവലി. ആ ടിക് ടിക് ശബ്ദം തീരുന്നതുവരെ വലിച്ച് ടൈറ്റാക്കും. എന്നാൽ ഇത് തെറ്റായ രീതിയാണ്. ഇതുപോലെ ഹാൻഡ് ബ്രേക്കിൻ്റെ അറ്റത്തുള്ള ഈ ബട്ടണിൽ അമർത്തിപ്പിടിച്ചതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് വലിക്കാവുന്നതിൻ്റെ മാക്സിമം എത്തിച്ച് ബട്ടണിൽ നിന്ന് കൈയെടുക്കുക. ഇതാണ് ശരിയായ രീതി. കാലങ്ങളായി നമ്മൾ ശീലിച്ചു വന്നതുപോലെ ഒറ്റ വലി വലിച്ചാൽ ഹാൻഡ് ബ്രേക്കിൻ്റെ റാച്ചറ്റ് ടീത്ത് പെട്ടെന്ന് തേഞ്ഞു തീരാനോ പൊട്ടിപ്പോകാനോ സാധ്യതയുണ്ട്. ദീർഘകാലം ഒരേ വാഹനം ഉപയോഗിക്കുന്നവർ ശരിയായ രീതിയിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ശീലിക്കുന്നത് വാഹന മെയിൻ്റനൻസിനായി ചെലവാക്കുന്ന പൈസയ്ക്ക് കുറവ് വരുത്താൻ സഹായിക്കും. ഇനി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഹാൻഡ് ബ്രേക്ക് മുകളിലേക്ക് തന്നെ ചെറുതായി വലിച്ചതിന് ശേഷം ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് താഴേക്ക് കൊണ്ടുവരിക. പൂർണ്ണമായും അടിയിലെത്തിയതിന് ശേഷം മാത്രം ബട്ടണിൽ നിന്നും കൈയെടുക്കുക. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി.